LDC പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ജനറൽ നോളജ് ക്വിസാണ് ഈ സെക്ഷനിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 1952 പാർലമെൻറ്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ. ഉത്തരം മേഘനാഥ് സാഹ. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ഉത്തരം ആപ്പിൾ. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. ജർമ്മനി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല. ഉത്തരം ദിഗ്ബോയ്. അഹമ്മദാബാദിലെ അഭയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം മൊറാർജി ദേശായി. മഹാരാഷ്ട്രയിൽ പെൻസിലിൻ ഫാക്ടറി എവിടെയാണ്? ഉത്തരം പിംപ്രി. തമിഴ്നാട്ടിലെ നാമക്കൽ ഏതു വ്യവസായത്തിനാണ് പ്രസിദ്ധം? ഉത്തരം പൗൾട്രി. അടുത്ത ചോദ്യം, ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹരിയാന. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം മധ്യപ്രദേശ്. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഉത്തരം ഗ്ലാസ് വ്യവസായം. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. മിസ് വേൾഡായ ആദ്യ ഇന്ത്യക്കാരി റീത്ത ഫാരിയ. ഇന്ത്യയിൽ ആദ്യമായി ISD സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ. 1956 സംസ്ഥാന പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ. ഉത്തരം 14. 1971 ഇന്തോ പാക് യുദ്ധസമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നത് ജഗജീവൻ റാം. ഇന്ത്യയിലെ രണ്ടാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെൻറ്റർ ISRO എവിടെയാണ് സ്ഥാപിച്ചത്? അയോധ്യ നഗർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യുനാനി മെഡിസിൻ എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? VV ഗിരി. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം 1969. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊഡർമ ഖനി ഏത് സംസ്ഥാനത്ത്? ജാർഖണ്ഡ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ. അപ്പോൾ ഈ സെക്ഷനിൽ 25 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.